ഹലോ എവരിവൺ, ദിസ് ഈസ് കവിത ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഹെയറിൽ ചെമ്പരത്തി താളി ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ എങ്ങനെ ചെയ്യുന്നതെന്നൊക്കെ കാണിച്ചു തരാം. നമ്മൾ ഷാമ്പൂവിന് പകരം യൂസ് ചെയ്യാൻ പറ്റിയ ഒരു നാച്ചുറലായിട്ടുള്ള സംഭവമാണ് ചെമ്പരത്തി താളി. അപ്പോൾ ഞാൻ മുന്നേ ഒരുപാട് പ്രാവശ്യം ഇങ്ങനെ താളി ഇടുമായിരുന്നു. അതായത് ബോട്ടോക്സ് ചെയ്യുന്നതിന് മുന്നേ നാച്ചുറലായിട്ടുള്ള കുറേ സംഭവങ്ങൾ ചെയ്യുമായിരുന്നു. പക്ഷേ ബോട്ടോക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്പം ബോട്ടോക്സ് ചെയ്തിട്ടൊരു 5 മാസം അടുപ്പിച്ചായിട്ടുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇനിയും നമുക്ക് ബാക്ക് ടു നാച്ചുറൽ തിങ്സിലോട്ട് പോവാമെന്ന് വിചാരിച്ച്. അപ്പം കാണിച്ചു തരാമല്ല ഗൈസ്. അപ്പോൾ ചെമ്പരത്തി വെച്ചാൽ ഞാൻ മാത്രമല്ല, എൻ്റെ ചേച്ചിയും അനിയത്തിയും എല്ലാവരും ഉണ്ട്. അപ്പോൾ വേണ്ടേ, നമ്മൾ ചെമ്പരത്തിയുടെ ഇല വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പോയി ഇത് അരച്ചിടാം. അപ്പോൾ എൻ്റെ ഹെയറിന് ആവശ്യമായ ഇലകൾ ഞാൻ കുറച്ച് പിച്ചിയെടുത്തു. ഇനി ഇത് നമുക്ക് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ കല്ലിലിട്ട് അരച്ചെടുക്കാനാണ് പോണത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇത് മിക്സിയിലിട്ട് അരച്ചെടുക്കാം. പക്ഷേ ഇപ്പം കല്ലിലിട്ട് അരയ്ക്കാമെന്ന് വിചാരിച്ച്. മിക്സിയിലിട്ട് അരയ്ക്കുവാണെങ്കിൽ നമുക്ക് ഇത്രയും പാടില്ല, പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുകയും ചെയ്യും. കോളേജിലൊക്കെ പഠിക്കുന്ന ടൈമിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ താളി യൂസ് ചെയ്യാറുള്ളത്. ആ ടൈമിൽ അങ്ങനെ ഷാമ്പൂ ഒന്നും അധികം യൂസ് ചെയ്യത്തില്ലായിരുന്നു. കാണുന്നവരെല്ലാരും മനസ്സിലാക്കുക, ഒരു പണിയെടുക്കാത്ത ഒരു സാധനമാണ്. ഇതെൻ്റെ അനിയത്തിയാണ്. ഞാൻ അവളെ തൊഴിലാളിയാക്കിയെന്നാണ് പറയുന്നത്. അവൾ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് എൻ്റെ നിന്ന് വാങ്ങിച്ചത്. അപ്പോൾ നമ്മൾ ആ ഇലയെല്ലാം ഇട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഞാൻ വിചാരിക്കുന്നു കുറച്ചും കൂടെ വെള്ളം ആഡാക്കാൻ നേരത്ത് കുറച്ചും കൂടെ ഒരു ഷാമ്പു രൂപത്തിൽ തന്നെ നമുക്ക് കിട്ടും. അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ വെള്ളം ആഡാക്കി അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളിങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് ആ മാക്സിമം ആ ഒരു വിഴുവിഴുക്ക്, അതായത് ഷാമ്പു എങ്ങനെയാണോ അതേപോലെ തന്നെ ഒരു ചെറിയൊരു വിഴുവിഴുക്ക് നമുക്ക് ഇതിനകത്ത് കിട്ടും. അപ്പം നമ്മൾ ആ അരച്ച് വെച്ച സംഭവം ഇപ്പം അതിനകത്ത് ഇലയുടെ ആ ഒരു പൊടി പോലത്തെ കൊത്തുകളും എല്ലാം കിടപ്പുണ്ട്. ഇത് മാക്സിമം നമ്മൾ തലയിൽ ഇട്ട് കഴിഞ്ഞാൽ തലയിൽ നിറച്ചും മുടിക്കകത്തെല്ലാം ഈ ഇല കുരുങ്ങിയിരിക്കും. നമ്മൾ എത്ര കഴുകിയാലും പോകത്തില്ല. അപ്പം അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മളൊരു തുണി എടുത്തിട്ട് അതൊരു പാത്രത്തിൽ വെച്ചിട്ട് ആ തുണിയുടെ മുകളിൽ കൂടെ നമ്മൾ ഇതൊഴിച്ചിട്ട് അത് ജസ്റ്റ് നമ്മളിങ്ങനെ സ്ക്യൂസ് ചെയ്ത് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ ആ കൊത്തില്ലാതെ നമുക്ക് ആ ഒരു ജെല്ല് മാത്രമായിട്ട് നമുക്ക് കിട്ടും. അത് കഴുകിക്കളയാൻ വളരെ എളുപ്പമാണ്. പിന്നെ അപ്പോൾ ഞാൻ മാക്സിമം പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് തലയിൽ നമുക്ക് അപ്ലൈ ചെയ്യണം. ഇത് ഡയറക്റ്റ് നമുക്ക് സ്കാൽപ്പിലോട്ട് അപ്ലൈ ചെയ്യാം. ഞാൻ ചില സമയത്ത് ഇത് തേക്കുന്നതിന് മുമ്പേ തലയിൽ എണ്ണ തേച്ച് പിടിപ്പിക്കാറുണ്ട്. ഇന്ന് ഞാനൊന്നും ചെയ്തിട്ടില്ല, ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് തന്നെ വിചാരിക്കും. അപ്പോൾ നമ്മൾ മാക്സിമം ഇത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. വേണ്ട, ഇപ്പോൾ ഫ്രഷായിട്ട് നമുക്ക് സംഭവം കിട്ടി. ഇതിനി നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ജെല്ല് നമുക്ക് തലയിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഡയറക്റ്റ് നമ്മൾ സ്കാൽപ്പിലോട്ട് വേണം അപ്ലൈ ചെയ്യാൻ. ഇത് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഡാൻഡ്രഫൊക്കെ നല്ല രീതിയിൽ മാറും. സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യണം. ഇത് ചെയ്ത് കഴിഞ്ഞൊരു 5-10 മിനിറ്റെങ്കിലും സ്കാൽപ്പിൽ വെച്ചിരിക്കണം. ഇത് ഹെയർ ഗ്രോത്തിനും നല്ലതാണ് ചെമ്പരത്തി താളി. പിന്നെ ഇത് അപ്ലൈ ചെയ്യുമ്പോഴേ നല്ല തണുപ്പും ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെ ടൈമൊക്കെ കിട്ടുന്ന നേരത്ത് ഇതേപോലുള്ള നാച്ചുറലായിട്ടുള്ള റെമഡീസ് മാക്സിമം യൂസ് ചെയ്യണം. ഷാമ്പൂവും കണ്ടീഷണറും ഒക്കെ നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്നതിന് പകരം വല്ലപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങളും യൂസ് ചെയ്യുന്നത് ഹെയറിനൊക്കെ നല്ലതാണ്.
അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. ഓക്കേ, അപ്പം നമ്മൾ താളിയൊക്കെ തേച്ചിട്ടുണ്ട്. ഇത് ഒലിച്ച് വരുന്നു. ഇനി കഴുകിക്കളയണം ഒരു 10 മിനിറ്റ് വെച്ചിട്ട്.